ഇന്നലെ വരെ കടപ്പുറം സുധാമണി, ഇന്ന് മാതാ അമൃതാനന്ദമയി ദേവി. ഇത് മറ്റുള്ളവർക്കല്ല, CPM-കാർക്ക് പറയുന്നത്, ന്യായീകരണത്തിൽ പറയുന്നത്, അവർ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ UN-ലെ പ്രസംഗത്തിന്റെ 25ാം വാർഷിക പരിപാടിയിൽ സാംസ്കാരിക വകുപ്പിനെ, ഗവൺമെന്റിനെ അവർ ക്ഷണിച്ചു, അതിൽ പങ്കെടുത്തു എന്നാണ്. ഇപ്പൊ ഗവൺമെന്റിനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുമ്പോൾ ഇവർക്ക് ഐക്യപ്പെടാൻ പറ്റാത്തിടത്ത് ഇവർ പോകാറുണ്ടോ? അങ്ങനെ പോകണമെന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധമൊന്നുമില്ലല്ലോ. ഗവർണറുടെ പരിപാടികൾ വരെ നയപരമായ കാര്യങ്ങളാൽ ബഹിഷ്കരിച്ചിട്ടുള്ള ഭാരതാംബയുടെ ചിത്രം വെച്ചു എന്നതിന്റെ പേരിൽ കാണിച്ച കോലാഹലങ്ങളൊന്നും ആരും മറന്നിട്ടില്ല. പക്ഷെ അതേസമയം ഇപ്പോൾ ശബരിമല അയ്യപ്പന്മാരെ എല്ലാം ആഗോള അയ്യപ്പ സംഗമം നടത്തി. അത് കഴിഞ്ഞിട്ട് NSS-മായി കൈകോർക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്തിപ്പോ മാതാ അമൃതാനന്ദമയിയുടെ പാദങ്ങൾ പുൽകാൻ പോയിരിക്കുകയാണ്. ആത്മസമർപ്പണം നടത്തിയിരിക്കുകയാണ്. അത് സജി ചെറിയനിലൂടെ തുടക്കമായി. അടുത്തിന് ഓരോരുത്തരായി KN ബാലഗോപാലും സജി ചെറിയനുമാണ് ഉണ്ടായിരുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ഇവർ പറ്റിക്കുന്നത് ആരെയാണ്? ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെയല്ലേ. മറ്റുള്ളവരെ ആരെയും ഇവർ പറ്റിക്കുന്നില്ല, അത് പറയേണ്ട കാര്യമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ, എനിക്കറിയാവുന്ന പല കമ്മ്യൂണിസ്റ്റുകാർ നമ്മൾ സംസാരിക്കുമ്പോൾ മാതാ അമൃതാനന്ദമയെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട്, ആൾ ദൈവങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടാൽ ദൈവം സഹിക്കില്ല എന്ന് പറയും. ഇവർക്ക് ദൈവവുമില്ല, ആൾ ദൈവങ്ങളില്ല, ശരി, സമ്മതിച്ചു, ഇല്ല. പക്ഷേ അത് വിശ്വസിച്ച് അമ്പലങ്ങളിൽ പോകാതെയും, ഈ ശരിക്കും പോകണമെന്ന് ആഗ്രഹമുള്ളവർ പോലും കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് മാത്രം പോകാതെ ഇരിക്കുന്ന എത്രയോ സുഹൃത്തുക്കളുണ്ടെന്ന് അറിയാമോ? അപ്പൊ അവരെ എല്ലാം ചതിച്ചുകൊണ്ട് അടുത്ത തന്ത്രങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മാതാ അമൃതാനന്ദമയിയുടെ പാദങ്ങൾ പുൽകാൻ. ഇപ്പൊ ഞാൻ മാതാ അമൃതാനന്ദമയിയുടെ ഒരു ഫോളോവർ അല്ല, എന്നാൽ പോലും അവരെ തള്ളിപ്പറയേണ്ട കാര്യം എനിക്കില്ല. അവരെ ആരാധിക്കുന്നവർക്ക് ആരാധിക്കാം. അല്ല, ഒരു വിഷയത്തിലെ CPM-ന്റെ നിലപാടുകളാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാർത്തയ്ക്ക് അടിയിൽ വരുന്ന മറ്റൊരു കമന്റ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ആ പേര് എന്ന് പറയുന്നത് ജോൺ ബ്രിട്ടാസിന്റെ പേരാണ്. അതെ, ആ വിഷയം 2014 ആ സംഭവം നടക്കുന്നത്. അന്ന് ഈ പറയുന്ന മാതാ അമൃതാനന്ദമയിയുടെ അവിടുത്തെ ആ ആശ്രമത്തിലെ ഒരു സത്നാബ് സിംഗ് എന്ന് പറയുന്ന ഒരു ബീഹാർ സ്വദേശി അവിടെ മരിക്കുന്നു. അപ്പോൾ അത് ചില പ്രശ്നങ്ങളുണ്ടായി. അവിടെ എന്തോ സെക്യൂരിറ്റി ഗാർഡുമായിട്ടൊക്കെ തന്നെ ഒരു മൽപ്പിടുത്തമൊക്കെ നടക്കുന്നുണ്ട്. പിന്നീടാണ് ഇയാൾ മരിക്കുന്നത്. അങ്ങനെ അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു. എന്താ പറയുക, ഒരു ഗുണ്ട രീതിയാണ് അവിടെ നടക്കുന്നത്. ആക്രമണത്തിലൂടെ പലരും മരിച്ചിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വലിയ രീതിയിൽ വന്നു. അതിന് പിന്നാലെയാണ് അവിടെ മുൻ ഒരു അന്തേവാസിയായിരുന്ന ഗെയിൽ ട്രേഡ്വെൽ എന്ന് പറയുന്ന ഒരു യുവതി, അവര് മാതാ അമൃതാനന്ദയുടെ സ്വന്തം സഹചാരിയായിരുന്നു. അവരുടെ ഒരു പുസ്തകം, അവരെഴുതിയ ഒരു പുസ്തകം അതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമാവുകയും അവർ തന്നെ വെളിപ്പെടുത്തലൊക്കെ നടത്തിയിരുന്നു. ആ ഗെയിൽ ട്രേഡ്വെല്ലുമായിട്ട് അന്ന് കൈരളി, ഈ പാർട്ടിയുടെ ചാനലായ കൈരളി ചാനലിന്റെ മാധ്യമപ്രവർത്തകനായിരുന്ന ജോൺ ബ്രിട്ടാസ് പോയി ഒരു അഭിമുഖം എടുക്കുകയും അത് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാശ് നമ്മൾ കണ്ടതാണ്. അന്ന് ഈ പറയുന്ന അമൃതാനന്ദമയി മഠത്തെയും അമൃതാനന്ദമയിയും ഒക്കെ തന്നെ തേജോവധം ചെയ്യുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് അത്തരം ഒരു ഇന്റർവ്യൂ എടുക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. ഈ തേജോവധം എന്നൊന്നുമല്ല, പരമപുച്ഛം. ഈ കടപ്പുറം സുധാമണി എന്ന് പറയുന്ന ആ വാക്കുകളിൽ തന്നെ വെറും അവജ്ഞയോടെയാണ് ഇവർ ഇത്തരം കാര്യങ്ങളെ സമീപിച്ചിരുന്നത് തന്നെ. എന്നിട്ടാണ് ഇപ്പൊ തൊഴാൻ പോയിരിക്കുന്നത്. അതെ, ഈ ആൾദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ഈ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നും തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്. അത് അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. നമുക്ക് പലർക്കും അതിനകത്ത് ഈ ആൾദൈവം എന്ന് പറയുന്നതിനോട് അത്ര വലിയ ഒരു ഇത് കാണത്തില്ല, അല്ലെ? ഒരുപാട് പേരുണ്ട്, സായിബാബ, അതേപോലെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ആൾദൈവങ്ങളായിട്ട് ചമഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് നമ്മൾ അതിനകത്ത് അവരിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളല്ലേ. ഇത്രയൊക്കെ അവർ ആൾദൈവമായിട്ട് കാണിക്കുന്നത്, അതിനിടയ്ക്ക് അവർക്ക് അവരുടേതായ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം. മറ്റ് ബിസിനസ്സുകളൊക്കെ കാണാം. ഇവരെ എതിർക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇവരെ ആൾദൈവങ്ങളായി പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ സായിബാബ ആയാലും ശരി, മാതാ അമൃതാനന്ദമയി ആയാലും ശരി, അവർ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ദൈവമാണ് എന്ന് അവർ പറയുന്നില്ല. അവർ കുറെ സോഷ്യൽ ആക്ടിവിറ്റീസ് നടത്തുന്നു, കുറെ ആൾക്കാർക്ക് സഹായം ചെയ്യുന്നു, കുറെ പേർ അവരുടെ അടുത്ത് പോയി അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, അവരുടെ പാട്ട് കേൾക്കുന്നു. അതിലൂടെ അവർക്ക് കുറച്ച് റിലാക്സേഷൻ ഉണ്ടാവുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാതെ അവർ ആരോടും ഞാൻ ദൈവമാണ്, എന്നെ നമസ്കരിക്കൂ എന്ന് അവർ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവരാണ് ഇവരെല്ലാം ഈ എതിർക്കുന്നവർ, അതായത് ഇടതുപക്ഷക്കാരാണ് ഇവർ ആൾദൈവമാണ് എന്ന് വരുത്തി തീർക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ നാഗസൈരന്ത്രി ദേവി എന്ന് പറഞ്ഞൊരു യുവതി സോഷ്യൽ മീഡിയയിലുണ്ട്. അവർ പച്ചത്തെറി പറയുന്നു എന്ന് പറഞ്ഞാൽ അവരെ ആക്രമിക്കുന്നവർ, അതായത് അവരെ തെറി പറയുന്നവരെ അവരും പരസ്യമായി തെറി പറയുന്നു. എന്നിട്ട് അവർ തന്നെ സ്വയം ഒരു നാഗസൈരന്ത്രി എന്ന പേര് സ്വീകരിക്കുകയും ഇത് വെറുതെ സംസാരിക്കുന്നതാണ്. അവരെ ആൾദൈവം എന്ന് പറഞ്ഞതാരാണ്?
ഈ കണ്ടോണ്ടിരിക്കുന്നവരാണ്, ഇവരെ എതിർക്കുന്നവരാണ് പറയുന്നത് ഇവർ ആൾദൈവമാണ് എന്ന്. അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവർ ഒരു ഇന്റർവ്യൂവിൽ കണ്ടതാണ്, ഞാൻ എന്നെ ദൈവമെന്ന് ദേവിയെന്ന് ഞാൻ ദേവി എന്ന് പറഞ്ഞാൽ അതെന്റെ ഒരു പേരായിട്ടാണ്. ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും കൂടി ചേർന്നാണ്, മീഡിയയാണ്, സോഷ്യൽ മീഡിയയാണ് എന്നെ ആൾ ദൈവം എന്ന് പറയുന്നതും തൊഴുന്നതും. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെയാണ് ഇവരെയെല്ലാം ആൾ ദൈവം എന്ന് വിളിച്ച് ദൈവം എന്ന വാക്കിന് കുറച്ചുകൂടെ ഒരു എക്സ്പോഷർ കൊടുക്കുന്നത് ഈ CPM കാരാണ്. പക്ഷെ ഇവരുടെ ഈ ഇതിൽ ഇരട്ടത്താപ്പാണ്, ഓരോ വിഷയങ്ങളിലെയും ഇരട്ടത്താപ്പാണ് ഈ വെളിവായിക്കൊണ്ടിരിക്കുന്നത്. പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാതാവൃതാന്തമായി അങ്ങേറ്റം പരമപുച്ഛത്തോടു കൂടി കണ്ടിരുന്ന ആ ഒരു രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്തിരുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് CPM എന്ന് പറയുന്നത്. അവരുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് മാറ്റമാണ്. ആ പാർട്ടിയുടെ തന്നെ ഒരു മന്ത്രി, സാംസ്കാരിക മന്ത്രിയാണ് ഇന്നലെ അവിടെ ചെന്ന് ആ വേദിയിൽ ചെന്ന് വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന്റെ ആഹ്ലാദമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ ഒരു രോമാഞ്ചം തോന്നും, കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെ രോമാഞ്ചം തോന്നും. അവരെ മാലയിടുന്നു, ഷാളണിയിക്കുന്നു, ആദരിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, നെറുകയിൽ ഉമ്മ കൊടുത്തിട്ട് അദ്ദേഹം സദസ്സിനെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പൊ അപ്പോൾ തന്നെ അവിടെ ആൾക്കാരൊക്കെ ചിലരൊക്കെ തന്നെ വലിയ അത്ഭുതത്തോടു കൂടി ഉണ്ടാക്കുന്ന ശബ്ദം നമ്മൾ കേൾക്കാം. സ്ത്രീകൾ ആരണ്ടൊക്കെ തന്നെ ഉണ്ടാക്കുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവര് ഈ പറയുന്ന പോലെ എന്താ പറയുക, ഓരോ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോന്നും കാട്ടിക്കൂട്ടും എന്ന് നമ്മൾ പറയത്തില്ലേ, അതിന്റെ ഒരു വാക്യപത്രമാണ് ഇപ്പോഴും കാണാനുള്ളത്. അതിനപ്പുറം ഒന്നുമില്ല. അവർക്ക് ഈ പറയുന്ന പോലെ ഇപ്പോൾ പങ്കെടുക്കണമെങ്കിൽ പോയി പങ്കെടുക്കാം, അതിലുപരിയായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം. ഈ അമ്മയുടെ ഉമ്മയൊക്കെ മുത്തത്തെയൊക്കെ തന്നെ ഇവര് പണ്ട് പരിഹസിച്ചിട്ടുള്ള പാർട്ടിയാണല്ലോ ഇവരെല്ലാവരും, നേതാക്കന്മാരും ഒക്കെ തന്നെയാണ്. അവര് ചെന്ന് അങ്ങോട്ട് ചെന്ന് ആ മുത്തമൊക്കെ കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. ആ ഒരു സമുദായത്തെ, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഒരു സമുദായത്തെ ചേർത്ത് നിർത്താനുള്ള അവരുടെ നീക്കങ്ങൾ ഒന്നായിട്ട് മാത്രമേ നമുക്ക് അതിനെ വിലയിരുത്താൻ കഴിയത്തുള്ളൂ. നമുക്കൊരു കാര്യം, പ്രേക്ഷകർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും, നമ്മൾ ഈ മാതാ അമൃതാനന്ദമയെ ആരാധിക്കുന്നവർക്കെതിരാണ്, അവരെ പുച്ഛിക്കുക, നമ്മൾ പുച്ഛിക്കുകയാണെന്ന്. നമ്മൾ പുച്ഛിക്കുകയല്ല, ഈ ഇടതുപക്ഷക്കാരുടെ, കമ്മ്യൂണിസ്റ്റുകാരുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അവരെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, ലോകമെമ്പാടുമുണ്ട്, കോടിക്കണക്കിന് ആരാധകരുണ്ട്. അവർക്ക് ആരാധിക്കാനുള്ള അവരുടേതായ വിശ്വാസ പ്രമാണങ്ങളുണ്ട്, അല്ലേ? അവരെ എതിർക്കുന്ന കാര്യങ്ങളുമുണ്ട്. നടൻ മോഹൻലാൽ ഇത്തരം ആൾക്കാരുടെ എല്ലാം അനുഗ്രഹം തേടാറുണ്ട്. പക്ഷേ അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുള്ള സൈബർ ആക്രമണം ചില്ലറയല്ല. അതെല്ലാം ഈ സൈബർ സഖാക്കന്മാരാണ് മോഹൻലാലിനെ കൂട്ടമായി ആക്രമിച്ചിട്ടുള്ളത്. മാതാ അമൃതാനന്ദമയെ സന്ദർശിച്ച ഫോട്ടോയുടെ, ആ ചിത്രത്തിന്റെ, വീഡിയോയുടെ, വാർത്തയുടെ ഒക്കെ കീഴേ അമൃതാനന്ദമയി മഠത്തിൽ പോയിട്ടുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഒരു വാച്ചോ ഏതാണ്ടാണെന്ന് തോന്നുന്നു, ഒരു സമ്മാനമായിട്ട് ഇവർ കൊടുത്ത ഒരു കഥയൊക്കെ മോഹൻലാൽ പണ്ടുതൊട്ടേ പറയാറുണ്ട്. അപ്പോൾ അതിനെതിരെയൊക്കെ തന്നെ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ ഷാജൻ സ്കറിയ എന്ന മാധ്യമ പ്രവർത്തകനും മാതാ അമൃതാനന്ദമയ്യയുടെ അനുഗ്രഹം തേടിയിട്ടുണ്ട്. പൊതുവെ ഷാജൻ സ്കറിയെ എതിർക്കുന്നതും തെറി വിളിക്കുന്നതും എല്ലാം ഈ സഖാക്കന്മാർ തന്നെയാണെന്നുള്ളത് സംശയമില്ല. അപ്പോ അദ്ദേഹം പങ്കുവെച്ച ആ വീഡിയോയുടെ താഴെയും വന്ന് ഒരുപാട് ചീത്ത വിളിക്കുകയാണ് മാതാ അമൃതാനന്ദമയ്യയുടെ അനുഗ്രഹം തേടിപ്പോയതിന്റെ കീഴെ. അപ്പൊ ഇവർക്ക് സജി ചെറിയാൻ പോയതിന് കുഴപ്പമില്ലേ? ഈ സഖാക്കന്മാർക്ക് ഷാജൻ സ്കറിയ പോയപ്പോ കുറ്റം പറയുന്നു, സജി ചെറിയാൻ പോയപ്പോ നിങ്ങളിട്ട ബർമുട, ഞങ്ങളിട്ട വള്ളിക്കളാസ്. അത് ഈ അന്തംകമ്മികളായിട്ടുള്ള ഈ സൈബറണികൾ കണ്ടു കാണത്തില്ലായിരിക്കും ഒരു പക്ഷേ. ഈ ഫോട്ടോ ഷാജൻ സ്കറിയുടെ ഫോട്ടോ മാത്രമേ കണ്ടു കാണത്തുള്ളൂ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴുള്ള ചില ഇതുണ്ടല്ലോ, കാട്ടിക്കൂട്ടലുകൾ ഉണ്ടല്ലോ, അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. നേരത്തെ ആഗോള പ്രസംഗം പറഞ്ഞ പോലെ അവിടെ NSSനെയും ഹിന്ദു ഭൂരിപക്ഷ സമുദായങ്ങളെയും ഒക്കെ തന്നെ പ്രീണിപ്പിക്കുന്ന ഒരു നടപടി സ്വീകരിക്കുന്ന അന്ന് നമ്മൾ ചർച്ചയിൽ പറഞ്ഞിരുന്നതാണ്. ഇനിയിപ്പോൾ ഓരോ സമുദായത്തെയും പ്രീണിപ്പിക്കാവുന്ന തരത്തിലുള്ള ചില മാജിക്കുകൾ, നമ്പറുകളൊക്കെ തന്നെ ഇവരിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. അതിന്റെ അടുത്ത ഘട്ടമാണ് പറയുന്നത് പോലെ അവിടെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇവർ ഈ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്നും ഒക്കെ തന്നെ വ്യതിചലിക്കുന്നു എന്നുള്ളതാണ്. ഇവർ പറഞ്ഞാൽ ഇവർക്ക് പ്രശ്നം, തുറന്ന് പറഞ്ഞാൽ വിഷയമില്ലെന്നേ. ഇവർ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ ഈ രണ്ട് സംഭവങ്ങളും ആ പാർട്ടിയുടെ പേരിൽ നിന്ന് എടുത്തു കളയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു, അല്ലെ? ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഞങ്ങൾ കമ്മ്യൂണിസവും മാർക്സിസവും ഇതാണ് ഭൗതികവാദമാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ ഒരു സൈഡിൽ പറയുകയും, മറിച്ച് തങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അതിനെയൊക്കെ തന്നെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചുകൊണ്ട് അവർ ആത്മീയതയെയും വിശ്വാസ പ്രമാണങ്ങളെയും ഒക്കെ തന്നെ പുലുകുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച അത് നമ്മൾ എമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ അണികളെയെങ്കിലും ഒന്ന് ഈ വിഡ്ഢികളാക്കാതെ, നമ്മൾ ഇങ്ങനെയൊക്കെയാണ്, അവർ പാർട്ടി ക്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പറഞ്ഞു കൊടുക്കണം, ഒരു ക്യാപ്സൂൾ പറഞ്ഞു കൊടുക്കണം, നമ്മൾ ഇങ്ങനെയാണ്, നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെയാണ്, നമ്മൾ പുറമേ നമ്മൾ ഈ വൈരുദ്ധാത്മക ഭൗതികവാദം ഒക്കെ പറയുന്നേ ഉള്ളൂ. നമ്മൾ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഇവരെയൊക്കെ ചേർത്ത് പിടിക്കാതെ നമുക്ക് ഈ വൈരുദ്ധാത്മക ഭൗതികവാദം നമ്മളെ വിജയിപ്പിക്കത്തില്ല എന്ന ഒരു ക്ലാസ് അണികൾക്കെങ്കിലും എടുത്തു കൊടുക്കാൻ നല്ലതായിരിക്കും.
എന്തായാലും ഇതിപ്പോൾ ഈ പാർട്ടിയുടെ ഒരു തനി നിറം കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ്. അതിന് ഈ പറയുന്ന സജി ചെറിയാനോട് നന്ദി പറയുകയാണ് കേരള സമൂഹം ചെയ്യേണ്ടത്. അല്ല, അതിലുപരി കേരളത്തിലെ ജനങ്ങൾ ഇതിനുള്ള മറുപടി കൊടുക്കേണ്ടത് വരുന്ന തെരഞ്ഞെടുപ്പുകളിലാണ്. ഇങ്ങനെ ഞങ്ങളെ മണ്ടരാക്കിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഈ തന്ത്രങ്ങൾ മെനയരുത് എന്നുള്ള ബോധ്യം കേരളത്തിലെ ജനങ്ങൾ, അത് ജനങ്ങൾക്ക് ഏത് സമുദായം വന്നാലും ആ സമുദായത്തിലെ ജനങ്ങൾക്ക് സാമാന്യ ബോധമുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഒരു സാമാന്യ ബോധത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ വോട്ട് അവകാശത്തെ വിനിയോഗിക്കുന്ന ഒരു പ്രബുദ്ധ ജനത എന്ന് പറയുന്നതാണ് കേരളത്തില്. അവർക്കറിയാമെന്നേ, അവർ ഈ പറയുന്ന കാട്ടിക്കൂട്ടലുകളും ഈ പറയുന്ന നാടകങ്ങളും ഒക്കെ തന്നെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള മറുപടി അവർ കൊടുക്കുകയും ചെയ്യുന്നതൊക്കെ എന്തുകൊണ്ടാണ്, ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നതാണോ അതോ ഈ പ്രകടനമാണോ എന്നൊക്കെയുള്ള അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതിന്റെ പോസ്റ്റിന് കീഴിൽ വരുന്ന കമന്റുകൾ കണ്ടാൽ അറിയാം, മോഹൻലാലിനായിരുന്നില്ല ദാദേ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കേണ്ടിരുന്നത്, സജി ചെറിയാനാണ് കൊടുക്കേണ്ടതെന്നൊക്കെയുള്ള കമന്റുകളൊക്കെ വരുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് അറിയാം അതൊക്കെ. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട 3 മുന്നണികളാണ് NDA, LDF, UDF എന്ന് പറയുന്നത്. അപ്പൊ ഇതില് NDA മുന്നണി, അതായത് പ്രധാനപ്പെട്ട BJP, അവരെപ്പോഴും ഈ ഹിന്ദുത്വത്തിനോട് കൂടുതൽ ആയിട്ടാണ്. ഇപ്പൊ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവർ. ഇപ്പൊ ഇതിലെല്ലാം മാറ്റം വരുന്നുണ്ട്. BJP ആയിക്കോട്ടെ, ഇപ്പോ മറ്റേ ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളുണ്ട്. ഇപ്പോ ഇടതുപക്ഷം ആയിക്കോട്ടെ, നേരത്തെ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു എങ്കിൽ ഇപ്പോൾ ഭൂരിപക്ഷ പ്രീണനം. അതെല്ലാം പ്രകടമായി തന്നെ ഇവരുടെ തന്ത്രങ്ങൾ വ്യക്തമാണ്. പക്ഷെ ഇതിൽ ഭേദമെന്ന് പറയാൻ UDF ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിലൂടെ. തിരിച്ചറിയുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അത്തരം ബോധമുള്ള ജനങ്ങളാണുള്ളത്. അതിന്റെ ഒരു ഫലമായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്ന് നമുക്ക് വിലയിരുത്താം.